നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. സാത്താൻ സംഘത്തിൻ്റെ കെണിയിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴക്കി എന്ന വാർത്ത പോയ വാരത്തിൽ കേരളക്കരയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കൊല്ലം നഗരത്തിലെ ICSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാത്താൻ ആരാധനാ സംഘത്തിൻ്റെ കെണിയിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത്. സമൂഹ മാധ്യമം വഴി ഇലുമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഗ്രൂപ്പ് വഴിയാണ് വിദ്യാർത്ഥി സാത്താൻ ആരാധക സംഘത്തിലെത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ജർമ്മൻ തെരുവുകളിൽ കൊറോണയ്ക്കെതിരെ മലയാളി വൈദികനായ ജെയിംസ് മഞ്ഞാക്കലിൻ്റെ ദിവ്യകാരുണ്യ യാത്ര നടത്തിയതും കൊറോണ രോഗബാധിതനായ വൈദികൻ്റെ ഹൃദയസ്പർശിയായ ക്ഷമാപണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയതും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. വിശ്വാസികളുടെ സാന്നിധ്യമില്ലാതെയായിരിക്കും ഇത്തവണ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടത്തുകയെന്ന് പേപ്പൽ വസതിയുടെ ചുമതലയുള്ള പ്രിഫെക്റ്റ് അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ വത്തിക്കാൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു അവസ്ഥയ്ക്ക് റോം രൂപത സാക്ഷ്യം വഹിക്കുന്നത്. ഗ്രീസിൽ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി എക്കാറ്റെരിനി സാക്കല്ലോരോ പോളോ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വാർത്തയും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ലിസിയയ്ക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ച അനുഭവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദിവ്യകാരുണ്യ ശക്തിയാലാണ് താൻ സൗഖ്യപ്പെട്ടതെന്നും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയുടെ സമയങ്ങളിലാണ് താൻ ഈശോയുടെ സ്നേഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെന്നും സിസ്റ്റർ ലിസിയ പറയുന്നു. ഒരു ഭയവും ഇല്ലായിരുന്നു സർജറിക്ക് പോകാനായിട്ട്. സർജറി കഴിഞ്ഞ് എൻ്റെ ഹീലിങ്ങും വളരെ പെട്ടെന്നായിരുന്നു. സാധാരണ എൻ്റെ ശരീരം പെട്ടെന്ന് ഉണങ്ങാത്തതാണ്. ഇത് 17ാം പൊക്കം കീമോതെറാപ്പി ആരംഭിച്ചു. അങ്ങനെ 6 കീമോയും 25 റേഡിയേഷനും ഞാൻ എടുത്തു. പലരും പറഞ്ഞു, ലിസിയ, ഈ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി വേദനാജനകമാണ്, ഒത്തിരി സഹിക്കേണ്ടി വരണം, പ്രിപ്പയർഡ് ആവുക. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കധികം സഹിക്കേണ്ടി വന്നില്ല. വേദന വരുമ്പോൾ ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കും. എന്നിട്ട് ഈശോയോട് പറയും, എൻ്റെ ഈശോയെ, ഞാൻ ഒത്തിരി ഭാഗ്യവതിയാണ് നിൻ്റെ പാഷനിൽ ഒരു പങ്കുകാരിയാവുക എന്നത്. അങ്ങനെ ഈശോയുടെ കുരിശോടുകൂടി ചേർന്ന് നിന്ന് ഒരു പാപിയുടെ മാനസാന്തരത്തിനായി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോക്ഷത്തിനായി ഞാൻ ഈ വേദന അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ആ നിമിഷം തന്നെ വേദന എന്നിൽ നിന്ന് അങ്ങ് അകന്നു പോവുകയായിരുന്നു. അങ്ങനെ വേദന എന്താണെന്ന് ഞാൻ അധികം മനസ്സിലാക്കിയില്ല എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്. പിന്നെ കീമോയുടെ ഇഞ്ചക്ഷൻ തരുന്ന ആ നിമിഷം തൊട്ട് ഒരു 4-4.5 മണിക്കൂർ നേരത്തെ ഇഞ്ചക്ഷനാണിത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു മന്ത്രം പോലെ ജപിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കീമോ എൻ്റെ ഈശോയുടെ തിരുരക്തമാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കുറേ നേരം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ജപമാല അർപ്പിക്കുമായിരുന്നു, ഞാനും എൻ്റെ കൂടെ വരുന്ന സിസ്റ്റേഴ്സുമായിട്ട്. അങ്ങനെ കീമോതെറാപ്പി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 6 എണ്ണം കഴിഞ്ഞു. എൻ്റെ കൗണ്ട് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. എനിക്കൊരു പ്രത്യേക ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ കഴിക്കേണ്ടിയും വന്നിട്ടില്ല. ഒരു ജലദോഷമോ പനിയോ വന്നില്ല. പെട്ടെന്ന് ഞാൻ ആലപ്പുഴയിലുള്ള ഞങ്ങളുടെ മഠത്തിലേക്ക് പോവുകയായിരുന്നു. കീമോതെറാപ്പി എടുത്തത് ഈ മഠത്തിലായിരുന്നു, കളമശ്ശേരിയിലുള്ള ഈ മഠത്തിലായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലായിരുന്നല്ലോ കീമോതെറാപ്പി. ഇവിടെ റേഡിയോ തെറാപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോയി. അവിടെ ചേർത്തല വെച്ചായിരുന്നു റേഡിയേഷൻ. ആ സമയത്ത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഞാൻ ആലപ്പുഴ പൂങ്കാവ് കമ്മ്യൂണിറ്റിയിലായിരുന്നു. 25 റേഡിയേഷനും കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റായി. അങ്ങനെ കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞു. 2 മാസത്തിനകം ഞാൻ എൻ്റെ നോർമൽ ഡ്യൂട്ടി ആരംഭിച്ചു. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും ശക്തി തന്നത് തിരുവചനമാണ്. ഞാൻ എന്നും സങ്കീർത്തനം 30 സങ്കീർത്തനം 116 പ്രാർത്ഥിച്ച് ഈശോയുടെ ഈശോയ്ക്ക് ഒത്തിരി കൃതജ്ഞത ഞാൻ സമർപ്പിക്കുമായിരുന്നു. ഒത്തിരി നന്ദി ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ ചെർമായുടെ പുസ്തകം
30-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നത്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തിരിച്ചു നൽകുമെന്നാണ്. ഐ വിൽ റിസ്റ്റോർ യു ടു ഹെൽത്ത് ആൻഡ് ഹീൽ യുവർ വൂൺസ്. നിനക്ക് ഞാൻ വീണ്ടും ആരോഗ്യം തിരിച്ചു നൽകും, നിൻ്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. അതാണ് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. എൻ്റെ സഹോദരിമാർ വളരെ സ്നേഹത്തോടുകൂടി, വളരെ കരുതലോടുകൂടി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ഒത്തിരി ശുശ്രൂഷിച്ചു അവർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഈശോയുടെ കരുതലും സ്നേഹവും വാത്സല്യവും ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും ഈശോയെ തൊട്ടറിഞ്ഞതും ഈ രോഗാവസ്ഥയിലാണ്. കൊല്ലത്ത് സാത്താൻ സംഘത്തിൻ്റെ കെണിയിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴക്കി. സമൂഹ മാധ്യമം വഴി ഇലൂമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഗ്രൂപ്പിൽ അംഗമായ വിദ്യാർത്ഥി ജീവൻ പണയം വെച്ചുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇരയായത്. കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് നടത്തിയ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിദ്യാർത്ഥി സാത്താൻ ആരാധനാ സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ടതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പഠനത്തിൽ മിടുക്കനായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളാണ് സാത്താൻ ആരാധനയിലേക്ക് തിരിഞ്ഞതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് സൂചന ലഭിച്ചത്. രാത്രി പലപ്പോഴും വീട് വിട്ടു പോവുകയും ദുരൂഹമായി സഞ്ചരിക്കുകയും ചെയ്ത വിദ്യാർത്ഥിയുടെ ഫോൺ പരിശോധിച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. ഇലുമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഓൺലൈൻ ഗ്രൂപ്പിൽ അംഗമായ വിദ്യാർത്ഥിക്ക് മാന്ത്രിക ശക്തിയും 1 കോടി രൂപയുടെ സ്വത്തുക്കളും മാസം $50,000 ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനായി സംഘം നിർദ്ദേശിച്ചത് ദുരൂഹമായ പരീക്ഷണങ്ങളായിരുന്നു. ലൂസിഫറിനെ ആരാധിക്കാനായി പ്രേരണ നൽകിക്കൊണ്ടിരുന്ന സംഘം അർദ്ധരാത്രി ഒറ്റയ്ക്ക് നടക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി കായലിന് കുറുകെയുള്ള തീവണ്ടി പാലത്തിലൂടെ നടക്കുക, 3 വിരലുകളിൽ മുറിവുണ്ടാക്കി സത്യപ്രതിജ്ഞ ചെയ്യുക, കൊല്ലത്തും കൊച്ചിയിലുമുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ സംഘടിപ്പിച്ച് പ്രാർത്ഥന നടത്തുക, ലൂസിഫറിനുള്ള ആരാധനാലയം ഉണ്ടാക്കാൻ ശ്രമം നടത്തുക തുടങ്ങിയവയായിരുന്നു നിർദ്ദേശങ്ങൾ. നൈജീരിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും വീഡിയോ സന്ദേശങ്ങളും മെസ്സേജുകളും വഴിയായിരുന്നു നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥിയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ ഒരു സംഘം കൊല്ലത്തെത്തിയതായും വിവരമുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ വിദ്യാർത്ഥി സ്വർണം പണയം വെച്ച് നിരവധി തുക സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ വിഭാഗം നടത്തിയ കൗൺസിലിംഗിലൂടെയാണ് വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ലഭിച്ചത്. ഗ്രൂപ്പിൽ നിന്നും വിദ്യാർത്ഥി പിന്മാറിയതോടെ നിരവധി വധഭീഷണികളാണ് ലഭിക്കുന്നതെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം പരാതിപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് സാത്താൻ ആരാധക സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായുള്ള ആരോപണങ്ങൾക്കിടെയാണ് കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. ഫാദർ ഡൊമിനിക് വാളമനാൽ നയിക്കുന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് 10,000. കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിൽ കൊറോണ രോഗഭീതിയിൽ കഴിയുന്നവർക്കായി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടത്തിയിരുന്നു. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ദിവ്യബലിയിലും പ്രാർത്ഥന ശുശ്രൂഷയിലും കൊറോണ രോഗഭീതിയിൽ കഴിയുന്ന ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഫാദർ ഡൊമിനിക് വാളമനാൽ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കാം. ആഫ്രിക്കയുടെ എല്ലാ മേഖലകളും സമർപ്പിക്കാം. സൗത്ത് ആഫ്രിക്ക പ്രത്യേകം സമർപ്പിക്കാം. ബോട്സ്വാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റ് ആഫ്രിക്കയിലെ ഓരോരോ രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വലിയ കരുണ ദേശത്തിന് ഉണ്ടാകണം പ്രാർത്ഥിക്കാം. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏഷ്യൻ രാജ്യങ്ങൾ സമർപ്പിക്കാം. ദുബൈ, അബുദാബി, മസ്കറ്റ്, ഒമാൻ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹ്റിൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുവൈറ്റ് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അത് ചുറ്റുമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം സമർപ്പിക്കാം. ഖത്തർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗദി അറേബ്യ പ്രദേശം മുഴുവൻ സമർപ്പിക്കാം. ഈജിപ്ത് സമർപ്പിക്കാം. ഇസ്രായേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോർഡൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലബനോൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിറിയ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇറാഖ് സമർപ്പിക്കാം. ടർക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗ്രീസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ചുറ്റുമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബോസ്നിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ചെക്കോസ്ലോവാക്യ അങ്ങനെ രാജ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കസാഖിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അതിന് ചുറ്റുമുള്ള മുഴുവൻ രാജ്യം, ഇന്ത്യയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചൈന മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിംഗപ്പൂർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹോങ്കോങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് സമർപ്പിക്കാം. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ചുറ്റും, തായ്ലൻഡ് തുടങ്ങിയ അനേക രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ചൈന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറിയ പ്രദേശങ്ങൾ 2 നോർത്തും സൗത്തും കൊറിയകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജപ്പാൻ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള മുഴുവൻ രാജ്യങ്ങൾ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഇപ്പോഴുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് ചുറ്റുമുള്ള മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേരളം പ്രത്യേകം നമുക്ക് ദൈവകരുണയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖല സമർപ്പിക്കാം. അനർത്ഥങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും കർത്താവ് ഞങ്ങൾ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങാണെല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങറിയാതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങറിയാതൊന്നും സംഭവിക്കാൻ പാടില്ല. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും കുടുംബപരമായും ദേശത്തിനും രാജ്യങ്ങൾക്കും പല ദുരന്തങ്ങളും അനുവദിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അങ്ങയുടെ രക്ഷാകര പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതൊരു അനർത്ഥങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കരുതലുള്ള കരം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് വേണമെന്നും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാവണമെന്നും ഫാദർ ഡൊമിനിക് വാളംനാൽ പറഞ്ഞു. പണമുണ്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ആരൊക്കെ അടുത്തും വലത്തും ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ രക്ഷ കിട്ടില്ല. യഥാർത്ഥ രക്ഷ കിട്ടണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകണം. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നാം ദൈവത്തിന് സ്വന്തമാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ഉറച്ച അനുഭവം, വിശ്വാസം, സംഭവം ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും നിന്നെ പറ്റത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ ഞാൻ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരിൽ ചെയ്ത് ഭയപ്പെടണ്ട. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാ. വൈകിട്ട് 5 മുതൽ 9:30 വരെ നടന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിലും ആരാധനയിലും 10,000-ങ്ങളാണ് പങ്കെടുത്തത്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നിന്റെ പ്രകാശമാണ്. സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. വല്ല ബന്ധനം അടിയട്ടെ. ഇസ്ലാമത്തിൽ തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകട്ടെ. പാപബന്ധനം അടിയട്ടെ. പൈശാചിക ബന്ധനം അടിയട്ടെ. രോഗങ്ങൾ മാറട്ടെ. നിരാശ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ കരുത്ത് മുറുകെ പിടിക്കട്ടെ. ആ ദൈവം കൂടെയുണ്ട്. ദൈവനെ തെരഞ്ഞെടുത്തതാ, പേര് ചൊല്ലി വിളിച്ചതാ. ആ വലിയ വിശ്വാസം ഉണ്ടാകട്ടെ. ആ ദൈവം എനിക്ക് കൃപ തന്നിരിക്കുന്നു. ഈ സമയത്ത് അഭിഷേകം കൊടുക്കട്ടെ. ദുഷ്ടാരൂപികളെ പിടിയിൽ മോചനം ഉണ്ടാകട്ടെ. വിശ്വനാമത്തിൽ ബന്ധിക്കുന്നു. വിശ്വനാമത്തിൽ ബഹിഷ്കരിക്കുന്നു. തകർച്ചകൾ മാറട്ടെ. അസ്വസ്ഥത മാറട്ടെ. അന്ധകാരം മാറട്ടെ. പ്രകാശമുണ്ടാകട്ടെ. അന്ധകാരം മാറട്ടെ. പ്രകാശമുണ്ടാകട്ടെ. ജർമ്മൻ തെരുവുകളിൽ കൊറോണയ്ക്കെതിരെ മലയാളി വൈദികനായ ജെയിംസ് മഞ്ഞാക്കലിൻ്റെ ദിവ്യകാരുണ്യയാത്ര വൈറലാകുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് തിരിയുകയാണ് ഇന്നിൻ്റെ ആവശ്യമെന്ന് അദ്ദേഹം പറയുന്നു. ജർമ്മനിയിൽ കൊറോണ രോഗബാധ ആശങ്കാജനകമായ വിധത്തിൽ വ്യാപകമായ പശ്ചാത്തലത്തിൽ ആയിരുന്നു. ജർമ്മനിയെ ആശീർവദിച്ചുകൊണ്ട് ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ തെരുവുകളിൽ കൂടി ദിവ്യകാരുണ്യ ആരാധന നടത്തി. സുപ്രസിദ്ധ വചനപ്രഘോഷകനായ അദ്ദേഹം കോട്ടയത്തുള്ള കാരിസ് ഭവൻ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപകനാണ്. ആഗോള വ്യാപകമായി പടരുന്ന കൊറോണ രോഗത്തെ ഭയക്കരുതെന്നും അനുതാപത്തിനും പ്രാർത്ഥനയ്ക്കും ഏറെ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂദാശകളിലൂടെ കൊറോണ രോഗത്തിനെതിരെ ക്രൈസ്തവർ ആത്മീയ പ്രതിരോധം നേടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. How to know we have faith? Look in your heart that you believe that Jesus is with you. Yeah, if you don't believe that, you have failed. You know, if you say, oh, I'm afraid of corona, I run away, I close my church, I don't hear confessions, I don't give Holy Communion, I don't offer the Holy Mass, it is timidity, fear. Fear comes from the devil.
courage from the Lord Holy Spirit. I am not accusing anybody. My dear priest, my dear bishop, it's time to lay down our life for our people. ഇടമുറിയാതെ പ്രാർത്ഥിച്ചും ഗാനങ്ങൾ ആലപിച്ചും വീൽചെയറിൽ ജർമ്മനിയുടെ വിജനമായ തെരുവുകളിലൂടെ അദ്ദേഹം നടത്തിയ ദിവ്യകാരുണ്യ ആരാധന അനേകരിൽ ആത്മീയ ചൈതന്യവും ധൈര്യവും പകരുന്നതായിരുന്നു. ജർമ്മനിയിൽ 7000-ഓളം കൊറോണ കേസുകൾ സ്ഥിരീകരിക്കുകയും 14 പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ദിവ്യകാരുണ്യ യാത്ര നടത്തിയത്. കൊറോണ രോഗബാധിതനായ വൈദികന്റെ ഹൃദയസ്പർശിയായ ക്ഷമാപണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തേങ്ങലായി മാറിയിരിക്കുകയാണ്. സ്പെയിനിലെ സെന്റ് വിൻസെന്റ് പോൾ ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേലാണ് രോഗബാധിതനായി ഒറ്റപ്പെട്ട് കഴിയവേ യൂട്യൂബിലൂടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കൊറോണ രോഗം സ്പെയിനിൽ തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. 200ഓളം പേർ മരണപ്പെട്ടു കഴിഞ്ഞു. 6000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് വാൽഡമറോയിലെ ഇടവക വൈദികന്റെ ഹൃദയസ്പർശിയായ വീഡിയോ പുറത്തുവന്നത്. രോഗബാധ സ്ഥിരീകരിച്ചതോടെ വൈദികനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് രോഗം വരാനിടയായവരോട് ദേഷ്യമില്ലെന്നും താൻ മൂലം ആർക്കെങ്കിലും രോഗം ബാധിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നതായും വൈദികൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. Y bueno, pues en este momento me quiero acordar de los enfermos. Hay varios de nuestra parroquia ingresados en la UCI. Me quiero acordar del padre de Eva, de los padres... Perdón. രോഗം മൂലം മരിച്ചവരെയും അത്യാസന്ന നിലയിൽ കഴിയുന്ന ഇടവകക്കാരെയും ഓർമ്മിച്ച വൈദികൻ വിശുദ്ധ കുർബാനയോ കുമ്പസാരമോ നൽകാനാവാഞ്ഞതിൽ വിഷമം പങ്കിട്ടു. തന്റെ മുറിയിൽ ഒറ്റയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ പങ്കുചേരാനും വൈദികൻ ഇടവക ജനത്തോട് അഭ്യർത്ഥിച്ചു. രോഗത്തെ അതിജീവിച്ചുകൊണ്ട് ഉടൻ ഒന്നുചേരാമെന്ന് കരുതുന്നുവെന്നും ഫാദർ ഗബ്രിയേൽ പറഞ്ഞു. കൊറോണ രോഗബാധയെ തുടർന്ന് ഇറ്റലിയിൽ മാത്രം 11 വൈദികർ മരണപ്പെട്ടിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം അനേകർ ഏറ്റെടുത്തു കഴിഞ്ഞു. 8 ലക്ഷത്തിലേറെ പേർ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അടുത്ത മാസം വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാനാവില്ല. വിശ്വാസികളുടെ സാന്നിധ്യമില്ലാതെയാണ് ഇത്തവണ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടത്തുകയെന്ന് പേപ്പൽ വസിതരുടെ ചുമതലയുള്ള പ്രിഫെക്ട് അറിയിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഏപ്രിൽ 5-ാം തീയതി ഓശാന ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയോട് കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. ഏപ്രിൽ 9-ാം തീയതി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പെസഹയുടെ തിരുക്കർമ്മങ്ങൾ നടക്കുക. വെള്ളിയാഴ്ച കുരിശിന്റെ വഴിക്ക് റോമിലെ കൊളോസിയത്തിൽ നേതൃത്വം നൽകുന്നതിന് മുൻപ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. ശനിയാഴ്ച രാത്രിയിൽ നടക്കുന്ന ഈസ്റ്റർ വീച്ചിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരിക്കും നടക്കുക. ഈസ്റ്റർ കുർബാന മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മാർപ്പാപ്പ നൽകുന്ന ഉർബി എറ്റ് ഒർബി ആശീർവാദത്തിന് ശേഷമായിരിക്കും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ കുർബാന നടക്കുക. പക്ഷേ ഇവിടെ വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടാകുവാനുള്ള സാധ്യതയില്ലെന്നാണ് സൂചന. അതേസമയം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലത്തിലോ സമയത്തിലോ വ്യത്യാസമുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. മാർപ്പാപ്പയുടെ ബുധനാഴ്ചത്തെ പൊതുദർശനത്തിനും മറ്റ് പൊതു തിരുക്കർമ്മങ്ങൾക്കുള്ള സൗജന്യമായ ടിക്കറ്റുകൾ നൽകുന്നത് പേപ്പൽ വസതിയുടെ ചുമതലയിലുള്ള പ്രീഫെക്ചറിന്റെ ചുമതലയാണ്. മാർപ്പാപ്പയുടെ ബുധനാഴ്ചത്തെ പൊതുദർശനവും ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയും ഏപ്രിൽ 12 വരെ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും പ്രീഫെക്ചർ വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 10-ാം തീയതി സെന്റ് പീറ്റേഴ്സ് ചത്തുരം അടച്ചിരുന്നു. കൊറോണ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയുമായി റോമിലെ 2 പ്രമുഖ ദേവാലയങ്ങൾ സന്ദർശിച്ചു. റോമിലെ മേരി മേജർ ബസിലിക്ക, സെന്റ് മർച്ചല്ലോ എന്നീ ദേവാലയങ്ങൾ സന്ദർശിച്ചാണ് കൊറോണ വ്യാധിയിൽ നിന്നുള്ള വിടുതലിനായി പാപ്പ പ്രാർത്ഥന നടത്തിയത്. ഇറ്റലിയെയും ലോകം മുഴുവനെയും ബാധിച്ച കൊറോണ രോഗബാധ ശമിക്കുന്നതിനും രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടിയും മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്രിതർക്കും ആശ്വാസം ലഭിക്കുന്നതിനുമായാണ് പാപ്പ പ്രാർത്ഥന നടത്തിയത്. റോമിൽ പൊട്ടിപ്പുറപ്പെട്ട വലിയ പകർച്ചവ്യാധിയെ തടയാൻ 1522 സെന്റ് മർച്ചല്ലോ ദേവാലയത്തിൽ എത്തിച്ച അത്ഭുത കുരിശിന്റെ മുൻപിലും പാപ്പ പ്രാർത്ഥന നടത്തി. രോഗബാധയും നിയന്ത്രണങ്ങളും മൂലം ഇന്നലെ വത്തിക്കാൻ അപ്പസ്തോലിക കൊട്ടാരത്തിന് മുകളിൽ നിന്ന് പാപ്പ ആശീർവാദം നൽകിയപ്പോൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ വിജനമായിരുന്നു. അതേസമയം
ഇറ്റലിയിൽ കൊറോണ രോഗബാധ മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 1800 പിന്നിട്ടിരിക്കുകയാണ്. വത്തിക്കാനിൽ നിന്നും റോമിലെ മേരി മേജർ ബസിലിക്കയിലെത്തിയ പാപ്പ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥനയോടെ ഏതാനും സമയം ചെലവഴിച്ചു. ഒരു തീർത്ഥാടകനെ പോലെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന പാപ്പയുടെ ദൃശ്യങ്ങൾ വിശ്വാസികളിൽ വേദനയും പ്രാർത്ഥനയും ഉയർത്തുന്നതായിരുന്നു. പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷയേകിയ ആരോഗ്യമാതാവിനെ കൊറോണ ഭീതിയിലും അഭയം പ്രാപിച്ച് വെനീസിലെ മേയർ. ഗുരുതരമായ രോഗബാധയിൽ വലയുന്ന വെനീസ് നഗരത്തെയും ജനങ്ങളെയും മേയർ പ്രാർത്ഥനാപൂർവം മാതാവിന്റെ വിമല ഹൃദയത്തിൽ അർപ്പിച്ചു. ഇറ്റലിയിലെങ്ങും കൊറോണ രോഗബാധ പടരുന്നതിനിടെയാണ് വെനീസിലെ മേയർ ലൂയിജി ബ്രുഗ്നാലോ നഗരത്തിലെ ആരോഗ്യമാതാവിന്റെ ബസിലിക്കയിൽ സഹായം തേടിയെത്തിയത്. 1630കളിൽ പടർന്നു പിടിച്ച പ്ലേഗ് രോഗബാധയിൽ നിന്നും നഗരത്തെ രക്ഷിച്ചതായി കരുതുന്ന ആരോഗ്യമാതാവിനായി പ്രതിഷ്ഠിച്ച ദൈവാലയമാണ് ഇത്. മേയറുടെ ഔദ്യോഗിക വേഷമണിഞ്ഞെത്തിയ ലൂയിജി പ്രാർത്ഥനയോടെ നഗരത്തെയും നഗരത്തിലെ ജനങ്ങളെയും മാതാവിന് മുന്നിൽ സമർപ്പിച്ചു. വെനീസ് പാത്രിയാർക്ക് ഫ്രാൻസിസ്കോ മെറാഗ്ലിയ എഴുതിയ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരുന്നു മേയർ നഗരത്തെയും ജനങ്ങളെയും സമർപ്പിച്ചത്. ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ബ്രുഗ്നാരയുടെ നടപടികൾ നേരത്തെയും പൊതുജന ശ്രദ്ധയാകർഷിച്ചിരുന്നു. 2015 സൗവർഗാനുരാഗികളെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ നിന്നും മാറ്റിക്കൊണ്ട് ബ്രുഗ്നാരോ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. കൊറോണ ഭീതിയിലായ യൂറോപ്പിലെ വിശ്വാസികൾക്ക് വീഡിയോ സന്ദേശത്തിലൂടെ ആത്മവിശ്വാസം നൽകുകയാണ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത്. സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക വിസിറ്റേറ്ററാണ് അദ്ദേഹം. വിശുദ്ധ കുർബാനയുടെയും കൂദാശകളുടെയും അപ്രാപ്യതയും കൊറോണ രോഗഭീതിയും മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് യൂറോപ്പിലെ കേരള സഭ. യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക വിസിറ്റേറ്ററാണ് അദ്ദേഹം. കൊറോണ രോഗം ആഗോള വ്യാപകമായി പടരുന്ന പശ്ചാത്തലത്തിൽ വിശ്വാസികളെ ആത്മീയമായി ബലപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് വീഡിയോ സന്ദേശത്തിലൂടെ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈ ആകുലതയുടെ ആശങ്കകളുടെ ദിനങ്ങളിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടെന്ന സത്യം നമ്മെ ഭയപ്പെടുത്തരുത്, പ്രത്യുത നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തണം. ഈ 50 നോമ്പിൽ നമ്മുടെ നോമ്പ്, ഉപവാസം, പ്രാർത്ഥനകൾ എന്നിവ കൊറോണ ഭീതിയിലായിരിക്കുന്ന ലോകത്തിന് മുഴുവന് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ ഒരിക്കലും ഫലം കാണുകയില്ലെന്ന് ബിഷപ്പ് പറഞ്ഞു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ദൈവവചനം ആശങ്കയുടെയും ആകുലതകളുടെയും ഈ നാളുകളിൽ ക്രൈസ്തവർക്ക് ധൈര്യം പകരുമെന്ന് ബിഷപ്പ് അനുസ്മരിച്ചു. അതേസമയം ഭരണകൂടവും സഭാ നേതൃത്വവും നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുനന്മയെ പ്രതിപാലിക്കണമെന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ അതിനായി അതത് പ്രദേശങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അവയിൽ നിന്ന് ആത്മീയ പോഷണം ഉൾക്കൊള്ളണമെന്നും ബിഷപ്പ് അറിയിച്ചു. ലോകമെങ്ങും വ്യാപകമായിരിക്കുന്ന കൊറോണ പ്രതിസന്ധിക്കായി നോമ്പുകാല പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവർത്തികളും സമർപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള മോൺസിഞ്ഞോർ സ്റ്റീഫൻ ചിറപ്പണത്തിനെ 2016 ആയിരുന്നു ഫ്രാൻസിസ് പാപ്പ യൂറോപ്പിന്റെ അപ്പസ്തോലിക വിസിറ്റേറ്ററായി നിയമിച്ചത്. നൈജീരിയയിൽ കത്തോലിക്ക സന്യാസിനിക്ക് ദാരുണാന്ത്യം. ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചുണ്ടായ അഗ്നിബാധയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിനിടയിലാണ് സിസ്റ്റർ ഹെൻറ്റിറ്റ അലോഗ മരണപ്പെട്ടത്. നൈജീരിയ നാഷണൽ പെട്രോളിയം കോർപ്പറേഷനിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് ട്രക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ലാഗോസിലെ ബെത്ലഹേം ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പലായ സിസ്റ്റർ ഹെൻറ്റിറ്റ അലോഖയാണ് സ്ഫോടനത്തെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥിനികളെ രക്ഷിക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഇതിനിടയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണാണ് മരണപ്പെട്ടത്. ലാഗോസ് സംസ്ഥാനത്തിലെ അബൂലെ അഡോ കമ്മ്യൂണിറ്റിയിൽ നടന്ന സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെടുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു. മരണപ്പെട്ട സിസ്റ്റർ അലോഖ SSHും സ്റ്റാഫും കുട്ടികളെ സുരക്ഷിതരാക്കുവാൻ തന്റെ ജീവനാണ് നൽകിയിരിക്കുന്നതെന്നും അവരുടെ ആത്മാവ് സമാധാനത്തിൽ വിശ്രമം കൊള്ളട്ടെയെന്നും ലാഗോസ് മെത്രാപ്പോലിത്ത ആൽഫ്രഡ് മാർട്ടിൻസ് പറഞ്ഞു.
ഗ്രീസിൽ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി എക്കാറ്റെറിനി സാക്കല്ലാരോപോളോ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഓർത്തഡോക്സ് സഭയുടെ സൂനഹദോസ് പ്രസിഡന്റ് ഇറോണിമോസ് മെത്രോപോലിത്തയായിരുന്നു സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത്. ഗ്രീസിലെ പ്രഥമ വനിതാ പ്രസിഡന്റായി എക്കാറ്റെറിനി സാക്കല്ലാരോപോളോ അധികാരത്തിലേറി. ഏഥൻസ് മെത്രാപ്പോലിത്തയായ ഇറോണിമോസിന്റെ സാന്നിധ്യത്തിൽ ബൈബിളിൽ തൊട്ടായിരുന്നു സത്യപ്രതിജ്ഞ. കൊറോണ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശൂന്യമെന്ന് പറയാവുന്ന പാർലമെന്റിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിലുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചാണ് എക്കാറ്റെറിനി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ സൂനഹദോസ് പ്രസിഡന്റ് കൂടിയായ ഇറോണിമോസ് മെത്രാപ്പോലിത്തയായിരുന്നു സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. 2015 മുൻ പ്രധാനമന്ത്രിയും നിരീശ്വരവാദിയുമായ അലക്സിസ് സിപ്രാസ് അധികാരത്തിലേറിയപ്പോൾ ബൈബിൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ഗ്രീക്ക് ഭരണഘടന അനുസരിച്ച് ദൈവനാമത്തിലാണ് എക്കാറ്റെറിനി സത്യപ്രതിജ്ഞ ചൊല്ലിയത്. എന്നാൽ 2018 ചില ഗ്രീക്ക് മന്ത്രിമാരും മതനിരപേക്ഷ സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരത്തിൽ വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് എക്കാറ്റെറിനി സാക്കല്ലാരോപോളോയുടെ നിലപാട് വ്യത്യസ്തമാകുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.